ആളുകളെ വിചാരം മുഹമ്മദ് നബി ഈ സ്ത്രീകളൊക്കെ ഉണ്ടാവില്ല, വൃദ്ധ ഈ വയസ്സായ സ്ത്രീകളൊക്കെ പിന്നെ ഈ പെൻഷൻ കാത്തിട്ടുണ്ടോ, പോസ്റ്റ്മാൻ വരുന്നുണ്ടോ, പോസ്റ്റ്മാൻ എപ്പോഴാ പെൻഷൻ കൊണ്ട് വരിക എന്ന പോലെ അള്ള എപ്പോഴാ ഇങ്ങോട്ട് തിരിച്ചെടുത്താൻ ഒരു ആയത്തേട്ട് വരികയെന്ന് ഇങ്ങനെ മേപ്പിട്ട് നോക്കി ഇരിക്കുന്നു നബി നമ്മൾ എഴുതി വെച്ചു. എവിടേക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നിൽക്കണം എനിക്ക്, അതാണ് കിബിലാന്ന് അവര് മൂപ്പർക്ക് എവിടേക്കെങ്കിലും ഒന്ന് തിരിഞ്ഞപ്പോ ഈ തിരിച്ചിലൊന്ന് മാറ്റി ഇപ്പുറത്തൊക്കെ ഒന്ന് തിരിഞ്ഞു കിട്ടിയപ്പോ ലോകത്തിന്റെ പ്രശ്നം തീരും. നമ്മള് ഇപ്പത്തെ ഈ സുന്നത്തിയമാറ്റയുടെ തർക്കം പോലെയാണ്. സുന്നത്തിയമാറ്റയുടെ ഇപ്പോഴത്തെ തർക്കം എന്ന് പറഞ്ഞാൽ സിഹറ് ജിന്ന് ചെയ്താന്, പിന്നെ സിഹറ് ബാധിക്കൂലേ, സിറാത്ത് പാലുണ്ടോ ഇല്ലേ, വാദ്യോപകരണങ്ങൾ പറ്റൂലേ, കണ്ണേറ് തട്ടൂലേ. ഇതാണ് ഈ പ്രശ്നം തീരുമാനമായ ലോകത്തിന്റെ പ്രശ്നം പരിഹരിച്ചു എന്നില്ല. ഈ കണ്ണീറ് തട്ടൂലെന്ന് തീരുമാനമായ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം തീർന്നു, പാകിസ്ഥാനിലെ പ്രശ്നം തീർന്നു, സിറിയയിലെ പ്രശ്നം തീർന്നു, എല്ലാ പ്രശ്നവും തീർന്നു. ഞാൻ പറഞ്ഞു ലോകം 40-50 കൊല്ലം മനുഷ്യന് കൃത്രിമമായ കണ്ണു കൊടുത്തുകൊണ്ട് എങ്ങനെ കാഴ്ച കൊടുക്കാന്ന ലോകം ചിന്തിക്കുന്നത്. മാപ്പിള ചിന്തിക്കുന്ന കണ്ണീറ് തട്ടൂലെന്ന്. മാപ്പിള അവിടേക്ക് എത്തിയിട്ടുള്ളൂ, സാധു അവിടേക്ക് എത്തിയിട്ടുള്ളൂ. ഇവര് പറയുന്നത് നമ്മള് മാസികയിലുള്ളത് ആരോ കൊടുത്തിട്ടുണ്ട്, സംഗതി ശരിയാണ്. സുഹൈലിന്റെ മകൾ സഹില സാലിമിന് നേരിട്ട് മുല കൊടുക്കുകയാണോ ചെയ്തത്, അതല്ല മുലയിൽ നിന്ന് പാല് ഒരു കപ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കുക ചെയ്തതെന്നാണ് ലോകം തർക്കിക്കുന്നത്. അതായത് മുലകുടി ബന്ധം ഉണ്ടാവില്ലേ ദില്ലിയിൽ, നേരിട്ട് കൊടുത്താലേ മുലകുടി ബന്ധം ഉണ്ടാവുള്ളൂ. പക്ഷെ മുലകുടി ബന്ധം തന്നെ അല്ല പോകാൻ എന്ത് മുല. ലോകം ചിന്തിക്കുന്ന സൗരോർജം ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് കാറുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഊർജ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം, ലോകം ചിന്തിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് മാനവരാശിക്ക് ഒരു 10-20 കൊല്ലം കൂടി ഒരു മനുഷ്യനെ എങ്ങനെ അവനെ ജീവിക്കാൻ ഉപയുക്തനാക്കാൻ പറ്റും, അവന് ലൈഫ് നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് അത്തഹിയാത്തിന് വെള്ളിളക്കണോ ഇളക്കണ്ടേന്നില്ല, ഉലമാക്കൾ തർക്കത്തില്ല. ഇതാണ് ലോകത്തിന്റെ ചിന്ത ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് ഇന്ന പോലെയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് പോലെ എഴുതി വെച്ചിരുന്നത്. എന്താ ജിബ്രീൽ വരാത്തത്? എനിക്ക് മക്കത്തുനിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്നും അക്കസീന്ന് ഹറമിൽ ഒന്ന് തിരിഞ്ഞു കിട്ടിയപ്പോ എന്റെ പ്രശ്നം തീർന്നിരുന്നു. മൂപ്പർ ആകല്ല ചിന്ത മൂപ്പർക്കാണ്. എനിക്ക് അകസീന്ന് ഹറമിൽ ഒന്ന് തിരിഞ്ഞു കിട്ടണം. തിരിഞ്ഞു കിട്ടിയ എന്റെ പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞു ഉന്നതമായ, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഉന്നതമായ ചിന്തകളാണ് മൂപ്പർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കഥ നളാത്തകല്ലുപവധിക്കമായി. ഉന്നതമായ തത്വങ്ങളും ചിന്തകളും നിഷേധിക്കാൻ കഴിയില്ല. അവന് സ്വീകരിച്ചില്ല എന്ന് വരും. പക്ഷെ ഇത് സത്യമല്ല എന്ന് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് സത്യമല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവൻ സ്വീകരിക്കൂല എന്നേ ഉള്ളൂ. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ഉണ്ടാവും. പക്ഷെ ഒരു സത്യത്തെ ഇപ്പൊ ഞാൻ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എനിക്ക് അസേരട്ടിയിരുന്നു. ഇനി അതിന്റെ മുകളിലേക്ക് ഒഴുക്കങ്ങൾ പോവുക. ഇതാണ് അതിന്റെ ടോപ്പ് എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ടോപ്പ് അല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും എന്നുള്ള വേറെ കാര്യം. ഇന്ന പോലെയാണ് പ്രവാചകൻ ആണ് നോക്കുന്നത്. അത്യുന്നതമായ മൂല്യങ്ങളിലേക്കാണ് മൂപ്പരുടെ ചിന്ത. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു സത്യമില്ല എന്നുള്ള ആ സത്യമായിരുന്നു മൂപ്പരുടെ ചിന്തയിൽ. അതാണ് മൂപ്പരുടെ വജ്ഹ്, അതാണ് മൂപ്പരുടെ വ്യൂ, അതാണ് പ്രവാചകന്റെ വ്യൂ. അതാണ് അവിടേക്കാണ് ചിന്ത തിരിക്കുന്നത്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം ലോകത്തോട് എനിക്ക് പറയണം. അല്ലാതെ പോസ്റ്റ്മാന് പെൻഷൻ കായ്കൊണ്ട് എപ്പോഴാ വരികയെന്ന് കാത്തിരിക്കും പോലെ, ഉമ്മമാര് കാത്തിരിക്കും പോലെ ജിബ്രീൽ എന്താ പോലും വരാത്തത്? ജിബ്രീൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ള ഈ പൗരനാണ്. അവർ മലക്കന്നെയല്ല ഇങ്ങോട്ട് അതന്നെ ലോകത്ത് ഇപ്പൊ ലോകത്തിന് വെളിച്ചപ്പെട്ടിട്ടുള്ളൂ. പല പണ്ഡിതന്മാരും ഇപ്പൊ അംഗീകരിച്ചു വരുന്നുള്ള ജിബ്രീൽ മലക്കല്ലാണ്. ഈ ലോകം എത്ര കഴിഞ്ഞു? ഖുർആനിൽ എവിടെ ജിബ്രീൽ മലക്കാണെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ജിബ്രീൽ